ടെക് ട്രാവലിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് ഭക്തൻ. ഞാനിപ്പോൾ ഉള്ളത് ഗോകർണത്താണ്. കർണാടകത്തിലെ പ്രശസ്തമായ ഗോകർണം എന്ന സ്ഥലത്താണുള്ളത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രവും അതോടൊപ്പം തന്നെ ധാരാളം ബീച്ചുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഒരു കൊച്ചു കോവളം എന്ന് തന്നെ നമുക്ക് ഈ സ്ഥലത്തെ വിശേഷണം ചെയ്യാൻ പറ്റും. നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് പശു ചെവിയുടെ ആകൃതിയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ ഗോകർണം എന്ന പേര് വീണത്. ഗോ എന്നാൽ പശു, കർണം എന്നാൽ ചെവി, ഗോകർണം, അങ്ങനെയാണ് ഗോകർണം എന്നുള്ള പേര് വീണത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയുള്ള മഹാബലേശ്വര ശിവക്ഷേത്രമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ശിവഭക്തന്മാർ ഇവിടെ എത്താറുണ്ട്. ശിവരാത്രി ഇവിടുത്തെ ഒരു ഫേമസ് സമയം കൂടിയാണ്. വളരെ പീക്ക് ടൈമാണ് ശിവരാത്രി സമയത്ത് ഇവിടെ വരുന്നത്. ഈ മഹാബലേശ്വര ക്ഷേത്രം കൂടാതെ തന്നെ ഒരു ഗണപതി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, വരദരാജ ക്ഷേത്രം, വെങ്കട്ടരമണ ക്ഷേത്രം തുടങ്ങിയ മറ്റനേകം പ്രാചീന ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഗോകർണ റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ നിർത്തുന്ന ഒരു സ്ഥലം കുംതയാണ്. കുംതയിൽ നിന്ന് ഗോകർണയിലേക്ക് ധാരാളം ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. കർണാടക ആർടിസിയുടെ ബസ്സുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ടാവും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നും വരികയാണെങ്കിൽ കുംത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഗോകർണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ അറേബ്യൻ സീ. അപ്പോൾ അതിൽ ഈ ഫസ്റ്റ് വരുന്നത് കുട്ട്ലെ ബീച്ച്, അത് കഴിഞ്ഞിട്ട് ഓം ബീച്ച് വരും. അപ്പോൾ നമ്മൾ കുട്ട്ലെ ബീച്ചിൽ പോകും, അത് കഴിഞ്ഞ് ഓം ബീച്ചിലുമാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നതിൻ്റെ അത്ര വണ്ടി കൊണ്ട് പോകുന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്നു പോകണം. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ആഞ്ജനേയ ജന്മഭൂമി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇത് ഗോകർണത്ത്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആഞ്ജനേയൻ്റെ ബർത്ത് പ്ലേസ് ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നുള്ളതൊന്ന് പോയി നോക്കട്ടെ. ശരിക്കും ആഞ്ജനേയൻ്റെ ബർത്ത് പ്ലേസ് ഇവിടെ ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ചെറിയൊരു പൂജയും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഞ്ജനേയസ് ബർത്ത് പ്ലേസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കുറേ സായിപ്പന്മാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ മേളിൽ കുട്ട്ലെ ബീച്ച് കാണാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ താഴോട്ട് നടന്നിറങ്ങണം ബീച്ചിലേക്ക്, കുട്ട്ലെ ബീച്ച്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഗോകർണം അമ്പലത്തിൻ്റെ അവിടെ വന്നാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് ട്രക്ക് ചെയ്ത് ഒരു 1-2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നാൽ കുട്ട്ലെ ബീച്ചിലെത്തും. അവിടെ നിന്ന് വീണ്ടും ട്രക്ക് ചെയ്ത് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓം ബീച്ചിലെത്തും. അവിടെ നിന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ ഹാഫ് മൂൺ ബീച്ചിലെത്തും. അത് കഴിഞ്ഞിട്ടാണ് പാരഡൈസ് ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുട്ട്ലെ ബീച്ചിലേക്കാണ്. ഓൺ ദ വേ ആണ്. പോയി നോക്കാം എന്തൊക്കെയാണ് കുട്ട്ലെ ബീച്ചിലുള്ളത്. കുട്ട്ലെ ബീച്ചിലാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. വൈകിട്ട് ആകുമ്പോഴത്തേനും കുറേ ആൾക്കാരൊക്കെ വരും. കുട്ട്ലെ ബീച്ചിൽ ഷോപ്സ് വളരെ കുറവാണ്. ഇവിടെ കുറേ ഷാക്സ് ഉണ്ട്. പിന്നെ കുട്ട്ലെ ബീച്ച് ഇവിടെ നിന്ന് അങ്ങേറ്റം ഉണ്ടല്ലോ, കുറേ ഉണ്ട്. എന്നാലും കുറേ അധികം അങ്ങേറ്റം വരെ ഉണ്ട്. ആ പാറക്കെട്ട് വരെയാണ് കുട്ട്ലെ ബീച്ച് വരുന്നത്. ഈ പാറക്കെട്ടിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് ഓം ബീച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ആ കാണുന്ന മല ട്രക്ക് ചെയ്ത് കയറി ഇറങ്ങി പോകുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഓം ബീച്ച് വരുന്നത്.
സ്ഥലമാണ് കുഡ്ല ബീച്ച്. ആ കുഡ്ല ബീച്ചിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ കയറി ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ആ കാണുന്ന പാറക്കെട്ടിന് അപ്പുറത്തുള്ള സ്ഥലം, അതാണ് ഓം ബീച്ച്. ഓം ആകൃതിയിൽ ഉള്ള ഭൂപ്രകൃതി ആയതുകൊണ്ടാണ് ഓം ബീച്ച് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തിരിച്ച് ഓം ബീച്ചിലേക്ക് പോകും. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോയിട്ട് ഇതേപോലെ ഒരു 10 മിനിറ്റ് താഴോട്ട് ഇറങ്ങി നടന്നാലേ ഓം ബീച്ചിൽ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഓം ബീച്ചിലേക്ക് പോകാം. കണ്ടോ, നമ്മൾ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് പോലെ തോന്നുന്നു. കണ്ടില്ലേ, നമ്മൾ ഈ കുന്ന് കയറി ഇറങ്ങുകയാണ്. ദൂരെ നമുക്ക് ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കടൽ കാണാം. അപ്പൊ ഇവിടെ ഓം ബീച്ചിലേക്ക് പോകാനായിട്ട് കാറിന് 10 രൂപ, ചെറിയ വാഹനങ്ങൾക്ക് 15 രൂപ, വലിയ ബസ്സുകൾക്ക് 20 രൂപ എണ്ണത്തിൽ ഒരു ചെറിയൊരു ഫീസ് ടോൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് നടന്നു പോകണം. ഓം ബീച്ചിലേക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് ഓം ബീച്ചിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ധാരാളം ഓട്ടോ സർവീസസ് അവൈലബിൾ ആണ്. അവർ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഗോകർണത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ പിടിച്ചിട്ട് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ അവർ കൊണ്ട് കാണിക്കും. പെർ ഡേ റെൻ്റിൽ ഒരു പൈസ കൊടുത്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തു നിന്നല്ല മറ്റൊരു സ്ഥലത്തേക്ക് എടുത്താണെങ്കിലും പോകാൻ പറ്റും. ഇത് ഓം ബീച്ചിലേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോവാണ്. ഓം ബീച്ചിലേക്ക് ഇറങ്ങി പോകുന്നത് കുത്തനെയുള്ള ഇറക്കമാണ്, സ്റ്റെപ്പാണ്. അല്ലാതെ മറ്റേ സ്ഥലത്ത് കണ്ട പോലത്തെ ചുമ്മാ നടന്നിറങ്ങുന്നതല്ല. കുത്തനെയുള്ള സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് ചെന്നാൽ മതി. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ഇറങ്ങാനുള്ളതേ ഉള്ളൂ. ഇവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ധാരാളം പാറക്കെട്ടുകളാണ്. ഓം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ആ ഒരു ഭൂപ്രകൃതി നമ്മൾ പറഞ്ഞല്ലോ ഓം ഷേപ്പിലാണെന്ന്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇവിടെ ധാരാളം പാറക്കെട്ടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് അതിരാവിലെയോ വൈകിട്ട് സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ കാഴ്ചകൾ കാണാനായിട്ട്. ഗോകർണത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീച്ച് എല്ലാം വളരെ ക്ലീനാണ്. ഞങ്ങളിപ്പോൾ ഓം ബീച്ചിൽ തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ ഈ പാറക്കെട്ടുകൾ വളരെ അട്രാക്റ്റീവ് ആണ്. ഇവിടുത്തെ ബീച്ചസ് ആണ് വെരി ക്ലീൻ. തിരകളും കാര്യമായിട്ട് തിരകളൊന്നുമില്ല. തിരകളൊക്കെ വളരെ ന്യായമായിട്ടുള്ള തിരകളേ ഉള്ളൂ. പിള്ളേരെ കൊച്ചുകുട്ടികൾ വരെ നിങ്ങൾ കണ്ടില്ലേ, കൊച്ചുകുട്ടികൾ വരെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. മെജോറിറ്റി ഫാമിലി ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. എന്നാലും ബാച്ചിലേഴ്സും വരും. അപ്പോൾ ഗോകർണം അത്യാവശ്യം മൊത്തം ഞാൻ സ്ഥലങ്ങൾ കവർ ചെയ്തു. അപ്പോൾ ഗോകർണം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ടെക് ട്രാവൽ ഈറ്റ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തകർപ്പൻ കിടിലൻ യാത്രാ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നവരെ ഗോകർണത്ത് നിന്നും സുജിത് ഭക്തൻ സൈനിങ് ഓഫ്.